ബിഗ് ബോസിൻ്റെ ലൈവിൽ അനീഷും ബിന്നിയും പൊരിഞ്ഞ അടി നടക്കുവാണ്. അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് ബിന്നിയുടെ ഹസ്ബൻഡ് ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ വന്നെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ ഗെയിമൊന്നും അങ്ങനെ മോശമാകുമെന്ന് വേണ്ട കേട്ടോ, നീ പറയാനുള്ളത് പറഞ്ഞോ, കളിക്കാനുള്ളത് കളിച്ചോ എന്നെല്ലാം ബിന്നിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷുമായിട്ട് ഇന്നൊരു പ്രശ്നമുണ്ടായപ്പോൾ ബിന്നി അങ്ങ് കയറി അങ്ങ് ഫയറായി. ഇതെല്ലാം കണ്ട് ആസ്വദിച്ചൊരു മൂലയ്ക്ക് അവിടെ നൂബിന് ഇരിപ്പുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനീഷും ഷാനവാസും തമ്മിൽ തുടങ്ങിയ ഒരു ചെറിയ പ്രശ്നമാണ്. അത് ബിന്നി ഏറ്റുപിടിച്ചു. ഏറ്റവും അവസാനം പറഞ്ഞു നിൽക്കുന്നത് ബിന്നി കിച്ചൺ ക്യാപ്റ്റൻ ആയ സമയത്ത് അവിടുന്ന് കുറേയധികം സാധനങ്ങളൊക്കെ മോഷണം പോയിരുന്നു. രാത്രിയിൽ ആരൊക്കെയോ വന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അത് ബിന്നിയുടെ അനാസ്ഥയാണ്, ബിന്നിയുടെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് ബിന്നീനെ കുറ്റം പറയുന്നു. അത് കഴിഞ്ഞിട്ടും അനീഷ് പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ടോ, ഇപ്പം ഞങ്ങൾ കണ്ടോ ഓപ്പണായിട്ട് എല്ലാം വെച്ചിരിക്കുന്നത്, ആരും ഒന്നും എടുത്ത് കഴിക്കുന്നില്ല. എനിക്കറിയാം പഞ്ചസാരൊക്കെ ഞാനിവിടെ ഓപ്പണായിട്ടാണ് വെച്ചിരിക്കുന്നത്, അത് തീരത്തില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓപ്പണാക്കി വെച്ചിരിക്കുന്നത്. ബിന്നിയുടെ സമയത്ത്, ബിന്നി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയ സമയത്ത് അത് അവരെല്ലാം രാത്രിയിലെല്ലാം ഉണ്ടാക്കി കഴിച്ച് ഫുഡെല്ലാം തീർത്ത് അത് ബിന്നിയുടെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് ബിന്നിനെ കുറേ കളിയാക്കുന്നു. ബിന്നി ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ബിന്നി പറയാനുള്ളതെല്ലാം പറയുന്നുണ്ട്. ഹസ്ബൻഡ് അവിടെ നിൽക്കുന്ന ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ എക്സ്ട്രാ പറയുന്ന പോലെ നമുക്ക് തോന്നും. എന്തായാലും അവർ തമ്മിൽ പൊരിഞ്ഞ വാക്കുതർക്കമാണ് നടക്കുന്നത്, ബിന്നിയും അനീഷും തമ്മിൽ. ഇതൊക്കെ കഴിഞ്ഞ് അനൂപിൻ്റെ അടുത്ത് ഫൈറ്റൊക്കെ കഴിഞ്ഞ് പോയിരിക്കുമ്പം കൊള്ളാം കേട്ടോ, ഇതൊക്കെ കൊള്ളാം, എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യത്തെ ഫൈറ്റാണ് ഞാൻ കാണുന്നത്, കൊള്ളായിരുന്നു എന്ന് നൂബിൻ പറയുന്നു. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഓ നീ ചിരി. അപ്പം നൂബിൻ പറയുന്നുണ്ട്, ഞാൻ അത് കാണാനാണല്ലോ വന്നത്. ശരിക്കും പറഞ്ഞാൽ സത്യമാണ് കേട്ടോ, ഇവർ ഫൈറ്റ് ചെയ്യുന്ന അവിടെ വളരെ സന്തോഷത്തോടെ ഇരുന്ന് കാണുന്ന ഒരു നൂബിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പ്രീമിയം ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറി ചെന്നിരുന്ന് കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.